ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കണ്ടാലോ. നല്ല ഈസിയാണ്, ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ല, നല്ല ഹെൽത്തിയും കൂടി ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീട്ടിലുള്ള 2-3 ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. എല്ലാവരും ഇത് ഉണ്ടാക്കി തന്നെ നോക്കണം. അപ്പോൾ എന്താണെന്ന് നമുക്ക് വേഗം പോയിട്ട് കണ്ടു നോക്കാം. പ്രത്യേകിച്ച് വെജിറ്റേറിയനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടി ആണ്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം ലൈക്ക് തന്നിട്ട് വേണേൽ കാണാനായിട്ട്. പാത്രം എടുക്കുക, അതിലോട്ട് അരക്കപ്പ് മൈദാപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ ഇന്ന് മൈദയിലാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പാൽപ്പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം മതി. ഞാൻ അരക്കപ്പിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 1 കപ്പ് എടുക്കാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പേരിന് 1 നുള്ള് മാത്രം മഞ്ഞൾപ്പൊടി, അത്രയും മതി. ഇനി 1 നുള്ള് മാത്രം കുരുമുളക് പൊടി, ഇതും കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. നമുക്ക് വേണ്ടത് വെള്ളമാണ്. അരക്കപ്പ് പൊടിക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. കുറേശ്ശെ കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. എല്ലാം ഒന്നിച്ചിട്ട് ഒഴിക്കാതെ ഇച്ചിരി ഒഴിച്ച് കൊടുത്താൽ മതി. ഇതേപോലെ കാണുന്നത് പോലെ എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ അരക്കപ്പിന് 1/4 കപ്പ് വരെ വെള്ളം എടുക്കാം. ഇപ്പോൾ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു അരക്കപ്പ് പനീർ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ പനീർ അറിയുമല്ലോ എല്ലാവർക്കും. ഞാനിപ്പോൾ വാങ്ങിച്ച പനീറാണിത്. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കടായി വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള പനീർ ഉണ്ടല്ലോ, ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഈ വലിയ കഷ്ണങ്ങളാണെങ്കിൽ 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഒടിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുക. ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വാങ്ങി വെക്കാം. അങ്ങനെ ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ ഇതിന് സ്വീറ്റ്സ് പൊട്ടാറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സ്വീറ്റ്സ് പൊട്ടാറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളിയുടെ പകുതിയാണ്. അത് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കുക്കുംബറാണ്. അതും ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും മാത്രം മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം. നേരത്തെ പനീറിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മതി. ഇനി നമുക്ക് എരിവിനായിട്ട് ചതച്ച മുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കാം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം. പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് ബ്രഷാക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതൊന്നും കൂടി കലക്കുക, മിക്സാക്കി എടുക്കണം. ചിലപ്പോൾ തെളിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുന്നില്ല, അതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ ഒന്ന് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിന് മുകളിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. ശേഷം നമുക്കൊരു ബോക്സ് പോലെ ഇതിലൊന്ന് മടക്കിയെടുക്കാം. 4 സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് തരാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള, അതൊക്കെ കാണാനും മടിക്കരുത്.